ഞാൻ സുനില്, പാലക്കാടാ വീട്. അധികം പഠിപ്പൊന്നുമില്ല. അതെ, ഒരു കഥ കേൾക്കാൻ പറ്റിയ മൂഡിലല്ല ഞാനിപ്പം. ഒന്ന് ചുരുക്കി പറയും. ആയിക്കോട്ടെ. എന്ത് പണിയും ചെയ്യാമെന്ന ചങ്കുറ്റത്തോടെയാണ് ഈ കൊച്ചിയിൽ വന്നത്. വരാൻ കാരണമുണ്ട്. ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ അളിയന്മാരെന്നെ കുടിപ്പിച്ച് ഒപ്പിട്ട് വാങ്ങി. ചതിച്ചു. തിരികെ ചെന്ന് എല്ലാം വെട്ടിപ്പിടിക്കും എന്നും പറഞ്ഞ് എല്ലാവരും വെല്ലുവിളിച്ച ഞാൻ പോകുന്നത്. ബാങ്കിൽ 750 രൂപയുണ്ട്. ഹോട്ടലിലായിരുന്നു പണി. കൊച്ചിയിലല്ലേ. മാസം 6000 രൂപ ശമ്പളം കിട്ടിയാൽ രൂപ 7000 വേണം മാസം തള്ളി നീക്കാൻ. മെച്ചപ്പെട്ട ജോലിയൊന്നും കിട്ടാതായപ്പോൾ കഷ്ടപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നി. കയ്യിലുണ്ടായിരുന്ന ആകെ 50 തീർന്നു. എന്നാൽ പിന്നെ മതി ജീവിച്ചതെന്നും കരുതി ഇതിൽ ചാടാൻ നിന്നപ്പോഴാണ് കഷ്ടകാലം പോലെ സാറ് വന്നത്. കഷ്ടകാലോ? അതെന്താ? സാറേ, മരിക്കാൻ തീരുമാനിക്കുന്നവരൊന്നും ആഗ്രഹിച്ചിട്ട് മരിക്കുന്നവരല്ല. അവസാന നിമിഷം ആരെങ്കിലും വന്ന് ഈ കഥ മുഴുവനും കേൾക്കും. എന്നിട്ട് അവർ മരിക്കാൻ നിൽക്കുന്നവർക്ക് പണമോ ജോലിയോ കൊടുക്കും. മരിച്ച് രക്ഷപ്പെടാതെ ജീവിച്ച് നരയിക്കുകയെന്ന് ഉപദേശിച്ച് കൊതിപ്പിക്കുകയും ചെയ്യും. അതാ ഞാൻ കഷ്ടകാലം എന്ന് പറഞ്ഞത്. താൻ ആള് കൊള്ളാലടോ. ഞാൻ ഏതായാലും അതൊന്നും പറയുന്നില്ല. തനിക്ക് മരിക്കണമെന്നാണെങ്കിൽ മരിക്കാം ഇപ്പോൾ ഇവിടെ. അതല്ല ജീവിച്ച് ജയിക്കണമെന്നാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. എനിക്കൊരു ചായ വാങ്ങിത്തരുമോ? അത് കുടിച്ചോണ്ട് ആലോചിക്കാം. വാ. ചായ കുടിക്കണോ? സാധാരണ മരിക്കാൻ പോകുന്നവരുടെ അടുത്ത് വന്ന് രക്ഷകർ പറയുന്നത് പോലെ തന്നെയാ സാറ് പറഞ്ഞതെങ്കിലും എനിക്കിപ്പം ജീവിക്കാനൊരാഗ്രഹമൊക്കെ ഉണ്ട്. എൻ്റെ താൻ മരിക്കാനാണെങ്കിൽ അത് പറയും, ഞാൻ വേഗം അവിടെ കൊണ്ടുവിടാം. അല്ല ജീവിക്കാനാണെങ്കിൽ അതൊന്ന് പറയും. വേണ്ട സാറേ, ഞാൻ മരിക്കുന്നില്ല. സാറ് പറ, ഞാൻ എന്താ വേണ്ടേ? പറ. കയ്യിട മോനെ. യോ, എങ്കിൽ മര്യാദക്കൊന്ന് വണ്ടി കയറും. സാറാ, ഇതാണ് നിന്റെ പുതിയ അസിസ്റ്റന്റ് സുനിൽ. ബംഗാളിയാ? മലയാളിയാ. കണ്ടിട്ട് കൺസ്ട്രക്ഷൻ തൊഴിലാളിയെ പോലെ ഉണ്ടല്ലോ. ഇതാരാ? മുതലാളിയാ? ഇതും ഒരു മുതലാളിയാ. കണ്ടിട്ട് ഹൈടെക് തൊഴിലാളിയാണെന്ന് തോന്നുന്നു. ചോദിച്ചാ എന്നെ ഒരു കൊലയാളിയാക്കട്ടെന്ന് പറഞ്ഞേക്ക്. തോണി. ഞാനൊന്നും വിട്ടുന്നില്ല. സാറാ, നീ പറയും പോരെ? പോരെന്ന് ചോദിച്ചാ മതി. പക്ഷെ ജോലി അറിയാത്ത ഒരാളെ പെട്ടെന്ന് അതൊക്കെ അവൻ പഠിച്ചോളൂന്ന്. അല്ലടാ സുനിൽ? അല്ല സാറേ, എവിടെ ഈ താമസമൊക്കെ? അതിന്റെ താഴെ തന്നെ ഉണ്ട്, അവിടെ താമസിക്കാം. ടോണി, ഒന്ന് കാണിച്ചു കൊടുത്ത്. റോഹിത് ചെയ്ത് എന്തുദ്ദേശിച്ചാ? ഒരാഴ്ച എന്ന് പറഞ്ഞ ഒരുത്തനെ കയറ്റി വീട്ടിൽ താമസിപ്പിച്ചു. അവൻ ഇപ്പൊ നമ്മുടെ കൂടെയായി. അവനെ പിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കാം. ഇതെന്ത് പരിപാടിയാ? റോഹിത് ഒരു കാര്യം ചെയ്യും, ഒരു ബംഗർ ബങ്ക് കെട്ടിയിട്ട് കണ്ട ബംഗാളികളെ പിടിച്ച് അവിടെ താമസിപ്പിക്കും. നല്ല ജനശ്രദ്ധയും കിട്ടും. ഞാൻ പോവാ സാറേ. മര്യാദയ്ക്ക് നല്ലൊരു വഴിക്ക് പോകണ്ടെന്ന് എന്നെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇല്ലാത്ത അഭിമാനം കളയേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? സുനിൽ അങ്ങോട്ടേക്കും പോകുന്നില്ല. ടോണി, ഞാൻ ഈ സുനിലെ പറഞ്ഞോട്ടേക്കാം. പകരം നാളെ മുതൽ സാറുടെ കൂടെ നീ ആണോ? ഹേയ് സുല്ലേ, ബാ, റൂം താഴെയാ. വാ, കാണിച്ചു തരാട്ടാ. വാ വാ. ചെല്ലു. പണിയെടുക്കണ കാര്യം പറഞ്ഞ പിന്നെ അവനെ കൊണ്ടൊരു ശല്യം. ഇതൊക്കെ എവിടെ ചെന്ന് എത്തുവെന്തോ.